അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പിർസത്തു ചങ്ങായിമാർ, പരിശുദ്ധമായ റമളാൻ ഇരിയത്തേല് ലൈലത്തുൽ ഖദർ ജാവും അതേപോലെ പരിശുദ്ധമായിട്ടുള്ള വെള്ളിയാഴ്ച ജാവ് ഒട്ടുക പണ്ടിട്ടുള്ള ആ ഒരു ശ്രേഷ്ഠമായ ജാവായിട്ടിക്കിടെ ഞങ്ങളെ മുന്നോട്ട് വന്നോണ്ടുള്ളത്. അതിൽ എത്ര പവർ എത്ര പ്രതിഫലായിട്ട് ചൊന്നു തീർക്കും ഞങ്ങൾ സാധ്യമല്ല. ഈ ഒരു ജാവുല ഞങ്ങൾ ദ്വാർക്കുണായൊരു ദ്വാ ഉണ്ട്, അതായിട്ടിക്കിടെ ഉണ്ടെന്നാ നിങ്ങളൊട്ടിಗೆ ചൊല്ലത്. അൽഹംദുലില്ലാ, ഞങ്ങളെ കഴിഞ്ഞ ക്ലാസ് ചൊമ്മത്താളുമാറ് കേട്ടാറ്. ഞങ്ങളെ ക്ലാസ്സിലെ പിറുസബെക്കിടങ്ങ അതിലെ കീഴിൽ ചൊമ്മ വിഷയ ചൊന്നിട്ട് ദ്വാർക്കുണോട്ട് ഏൽപ്പിച്ചങ്ങ. അർഹമുർ റാഹിമീനായ റബ്ബ് ഈ പരിശുദ്ധമായ റമളാൻ തിങ്കളുടെ ബറക്കത്തില് അങ്ങനെയും ഞങ്ങളെയും എല്ലാ ഹലാലായ ഉദ്ദേശം പൂർത്തിയാക്കി തരട്ടെ. എല്ലാ ബേജാറും തീർത്തിട്ട് ഹൈറായ സന്തോഷമുള്ള ജീവിതം പടച്ചോൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിറുസത്തു ചങ്ങായിമാർ, അതാ റമളാൻ ഇരിയത്തേയല്ലേ അതാ ജാവായിട്ടിക്കിടെ ലൈലത്തുൽ ഖദർ യാറ് പ്രതീക്ഷിക്കണിക്കത്തെ ജാവ്. മഹാനായ റഈസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അടക്കമുള്ള ഗണിക്കത്ത് വലിയ വലിയ മഹാന്മാർ അതാ ഈ ഒരു സൂറത്ത് വിവരിച്ചിട്ട് സൂറത്തുൽ ഖദർ വിവരിച്ചിട്ട് ഇരിയത്തേയൽഗായിട്ടിക്കിടെ ആ ലൈലത്തുൽ ഖദർ ചൊന്ന ഗണിക്കത്ത് ചൊമ്മ മഹാന്മാരുള്ള ആ ഒരു ജാവായിട്ടിക്കിടെ വന്നോണ്ടുള്ള അതിരൊട്ടിಗೆ അതാ വെള്ളിയാഴ്ച ജാവും കൂടിയായിട്ടിക്കിടെ. പിന്നെ ആ ഒരു ജാവുടെ പവർ ശ്രേഷ്ഠത്തെ പ്രതിഫല എത്ര ഞങ്ങൾ ആർക്കും ചൊല്ലുക സാധ്യമല്ല. അതുകൊണ്ട് പ്രത്യേകിച്ചും ഇന്നത്തെ ജാവ് എന്തെല്ലാം ആക്കുന്നു ചൊന്നിട്ടു കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ വിഷയവും ചൊന്നു. അതിരൊട്ടിಗೆ വെള്ളിയാഴ്ച ജാവും കൂടി ആയത് കൊണ്ടിട്ട് ധാരാളമായിട്ട് നിങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലണം. മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലണായിക്കത്തൊരു ജാവായിട്ടിക്കടെ. അതിരൊട്ടിಗೆ അൽ കഹഫ് സൂറത്ത് ഓതവും ഞങ്ങൾ മിസ്സാക്കോ തീറ. അപ്പൊ പ്രത്യേകിച്ചും ഇത് ശ്രദ്ധിക്കണായ ഒരു വിഷയമായിട്ടിക്കടെ. ചൊമ്മ ഉമ്മമാർ ബേജാറ് ചൊന്നാറ് ഞങ്ങൾക്ക് ഇണ്ടത്തെ ജാവ് ഖുർആൻ ഓതുകാവില്ല, നിസ്കരിക്കാവില്ല, ഞങ്ങൾ എന്തിനാക്കട്ടെ അങ്ങനത്തെ ഉമ്മമാരൊട്ടിಗೆ ചൊല്ലത് നിങ്ങൾ ബേജാറാവണ്ടില്ല. ഇണ്ടത്തെ ജാവ് ധാരാളമായിട്ട് നിങ്ങൾ ദിക്റ് ചൊല്ലറോ, അസ്മാഉൽ ഹുസ്ന ചൊല്ലറോ, ഹദ്ദാദ് റാത്തീബ് ചൊല്ലറോ. അതുപോലെ ഞങ്ങൾ ചൊന്നടുത്തെ എല്ലാ ദിക്റിങ്ങ ധാരാളമായി ചൊല്ലറോ, സ്വലാത്തിങ്ങ ചൊല്ലറോ. എല്ലാ പ്രതിഫലവും യജമാനനായ റബ്ബ് ഒന്ന് കുരടിയാക്കാണ്ട് നിങ്ങൾക്ക് തൻ്റെത് ഗ്യാരണ്ടി ആയിട്ടിക്കടെ, ഉറപ്പായിട്ടിക്കടെ. അതേപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ചൊന്നിട്ടിന്ന് സ്വതക്ക കൊടുക്കണം മറന്നു പോകുതീറ. അത് വലിയ പവറുള്ള ഗണിക്കത്തൊരു വിഷയമായിട്ടിക്കടെ. ഞങ്ങൾ റിലീഫ് ഫണ്ട് ചൊന്ന വിഷയം ചൊന്നിട്ടാകുമ്പോൾ ചൊമ്മത്താൽമാറും സഹായിച്ചാറ്. അങ്ങനെ ആരെങ്കിലും മനസ്സറിഞ്ഞിട്ട് സഹായിക്കണേന്ന് കണ്ടെങ്കിൽ ഇതാ നാടോടെ നമ്പർ ഇട്ട് ഇൻഷാ അല്ലാ പരിശുദ്ധമായി ഒരു ജാവലു നിങ്ങൾക്ക് ആവിടെ ഒരു സഹായ ഞങ്ങളെ റിലീഫ് ഫണ്ട് നിങ്ങൾ ഇടറോ പഠിച്ചോണ് കബൂലാക്കി തരുമാറാകട്ടെ. അതിലെ ഒട്ടിಗೆ ഞങ്ങൾ ഇണ്ടത്തെ ജാവലു ദ്വാർക്കുണായ ഒരു ദ്വാ ഉണ്ട്. അൽഹംദുലില്ലാ, ഞങ്ങൾ എത്ര സന്തോഷത്തിലായിട്ട് ഇക്കടുള്ളൂ. ഞങ്ങൾക്ക് നോമ്പ് തുറക്കോ കുറുടിയില്ല, ഞങ്ങൾക്ക് അത്താലത്തുക മുത്താലത്തുക യാതൊരു കുറുടിയില്ല. തിന്നോ കുടിക്കും ധാരാളം ഞങ്ങളെ എതിരിലുണ്ട്. അതേ സമയത്ത് ഒരു നേരത്തെ ഫുഡ് സമയത്ത് ഇല്ലാട്ട് പട്ടിണിയായിട്ട് ദാഹിച്ചിട്ട് പിടഞ്ഞ് മരിക്കണിക്കത്തെ ഫലസ്തീനെ മക്കളെ ഞങ്ങൾ ഇന്റെ നോക്കിയോണ്ടുള്ള സുബ്ഹാനല്ലാഹ് എന്തൊരു ബേജാറായിട്ടിക്കടെ. അങ്ക് തിന്നുകില്ല കുടിക്കുകയില്ല, കിടക്കോ പോലും ഒരു ഹകയില്ലാത്ത ഒരു ടെന്റ് ഇല്ലാത്ത അവസ്ഥ, എല്ലാം തകർന്ന് തരിപ്പണമായിട്ട് അതാ എപ്പായിട്ടിക്കടെ ആ ശത്രുങ്ങളെ ബാമ്പ് വന്ന് ബൂളുടെ എപ്പായിട്ടിക്കടെ മരിച്ചു പോണേ ചൊല്ല ഗണിക്കത്തെ. ആ ഒരു ദുഃഖത്തില് ആ ഒരു പേടിയില് അതാ ഫലസ്തീന്റെ മനുഷ്യന്മാർ മുസ്ലിമീങ്ങ ജീവിച്ചുകൊണ്ടുള്ള എത്ര മക്കങ്ങ ബിൽഡിംഗ് അടിയിൽ കിടന്നിട്ട് പിടഞ്ഞ് മരിക്കണമെന്നങ്ങ് നോക്കിക്കൊണ്ടുള്ള സുബ്ഹാനല്ലാഹ്. അങ്ങതാ അങ്ങനെ ഗായത്തുക മറന്നാക്കുക, അങ്ങനെ സീക്ക് ചികിത്സിക്കുക. ഒരു ഹോസ്പിറ്റൽ സമയത്ത് ഇല്ലാട്ട് വലിയ ദുഃഖത്തിലായിട്ടിക്കടെ ഫലസ്തീനുള്ള മുസ്ലിമീങ്ങ അങ്ങനെ ആ കഷ്ടപ്പാടും അങ്ങനെ ഒരു ബേജാറും നമ്പളും കാണുമ്പോൾ ഞങ്ങൾ സ്വർഗത്തിലുള്ള എനിക്കത്തെ അവസ്ഥയായിട്ടിക്കടെ. ഞങ്ങൾക്ക് അങ്ങനത്തെ യാതൊരു നിലക്കുള്ള തൊന്തരയില്ല. ഞങ്ങളെ ഉമ്മമാരുണ്ട് ഡ്രസ്സ് എടുക്കോ ബേനായിട്ട് ഒരു ഡ്രസ്സുക ബേനായിട്ട് അങ്ങാടി ഈ പരിശുദ്ധമായ റമളാനിൽ ചുത്തുമ്പൊത്തുകോ അങ്ക് ഡ്രസ്സ് ഇടകു വിട്ടിട്ടു അങ്ങനെ കഫനാക്കുകയോ അങ്ങനെ മയ്യത്ര മേൽ ബിരിക്കുക ഒരു പോലും തുണിയില്ലാട്ട് ബേജാറിലായിട്ടിക്കട ആ മുസ്ലിമീങ്ങ ഉള്ളൂ. അങ്ക് ബേനായിട്ട് ഞങ്ങൾ ദ്വാർക്കിൽ ഞങ്ങൾ കഡ്ഡായമായിട്ടിക്കടെ. ഞങ്ങൾക്കൊരു ദുഃഖ വരുമ്പോ ബേജാറ് വരുമ്പോ സംകഷ്ട വരുമ്പോ റബ്ബെന്തേ നക്ക് ഇത്ര ബേജാറ് തണ്ടോ കഷ്ടമുണ്ടോ ഞങ്ങൾ ചൊല്ല. അങ്ങനെ അവസ്ഥ നോക്കുമ്പോ ഞങ്ങളെ കഷ്ടമേ അല്ല. എത്രയോ ആൾമാർ ചൊല്ലലുണ്ട് എപ്പോഴും കഷ്ട ബേജാറ് സീക്ക് എന്തിനാക്കട്ടെ. ചില ആൾമാർ ചൊല്ലുണ്ട് നാനൊന്ന് മരിച്ചെങ്കിലും അയ്യാവും ആത്മഹത്യ ആക്കട്ടാണ് കേക്കിടങ്ങ ഉള്ളാർ. അങ്ങനെ കഷ്ടം നോക്കുമ്പോ
എന്തിന് ഞങ്ങളെ ഒരു കഷ്ടമേ അല്ലാണ്ടല്ലേ ഞങ്ങൾക്ക് കാണേണ്ടത്. സുബ്ഹാനല്ലാഹ്, അത്ര കഷ്ടത്തിൽ അങ്ങ് ഇന്നേട് കണ്ടെങ്കിലും അങ്ങനെ ഈമാന് ഒരു കുറത്ത് വന്നിട്ടില്ല. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ചൊല്ലതായിട്ട് കേൾക്കുന്നത്. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. പഠിച്ചോണമയ്യാവ് ആ സമയത്തിലും മരിക്കുന്ന സമയത്തിലും അങ്ങനെ ഭായി വണ്ട് ആ ഈമാന്റെ തൗഹീദ് കലിമത്തല്ലേ അങ്ങനെ ആ ഈമാൻ നോക്കുമ്പോ ഞങ്ങൾ ഈമാൻ എത്ര കൊറടിയായിട്ടിക്കട്. ആ ചെറിയ ചെറിയ മക്കള് ഭായിൽ പോലും മണ്ടത് ഇത്രമാത്രം വലിയ തൗഹീദ് കലിമത്തായിട്ടിന്നെങ്കിൽ പഠിച്ചോണ്ട് തവക്കുലാക്കിടെ എനിക്കെത്ത പലക്കായിട്ടിന്നെങ്കിൽ അങ്ങനെ ഭായിൽ വരുമ്പത്തുകോ ഞങ്ങൾ എല്ലാവരും അർത്ഥാക്കണോ ഞങ്ങളെ കഷ്ട എന്തുമല്ല. ഞങ്ങൾക്ക് കഷ്ടം ഇന്നേട് കണ്ടെങ്കിലും ഇന്ന മഅൽ ഉസ്രി യുസ്ര ഇണ്ടല്ലെങ്കിലും നാല് അതൊക്കെ സന്തോല ബണ്ട് ചൊല്ലത് ഗ്യാരണ്ടി ആയിട്ടിക്കട്. അതുകൊണ്ട് ഇണ്ടത്തെ ജാവല് പ്രത്യേകമായിട്ടും ഫലസ്തീനുള്ള മക്ക ഗബേനായിട്ട് അവിടുത്തെ ഉമ്മമാർക്ക് ായിട്ട് അവിടുത്തെ മുസ്ലിമീങ്ങൾക്ക് വേനായിട്ട് അത് ആത്മാർത്ഥമായിട്ട് ദുആർക്കൽ നിങ്ങളെ കടമയായിട്ടിക്കടെ. പടച്ചോണ്ട് സഹായം കൊണ്ടും ഗ്യാരണ്ടി ആയിട്ടിക്കടെ. പടച്ചോണ്ട് എല്ലാം കണ്ടോണ്ടുള്ള പരിശുദ്ധമായ ഖുർആൻ ചൊന്നില്ലേ, നിങ്ങൾ എന്തിനാ വിചാരിച്ചാറ് നിങ്ങൾ ആക്കിടുന്നാണ് കാണ്ടില്ലാണ്ട ഇല്ല നിങ്ങളതാ വിടില്ല അതുക്കുള്ള കണിക്കത്തെ ആ ശിക്ഷ ബണ്ട് ചൊല്ലത്. അതാ ആ ശത്രുങ്ങ നശിഞ്ഞു പോണ്ടാറ് അങ്ങ് സോത്തു പോണ്ടാറ് ചൊല്ലത്. അത് ഗ്യാരണ്ടി ആയിട്ടിക്കടെ, ഉറപ്പായിട്ടിക്കടെ. ഫലസ്തീനിൽ എപ്പോഴും ഫലസ്തീനെ മുസ്ലിമീങ്ങൾക്ക് വിജയമുണ്ട് അങ്ങ് ഇണ്ടല്ലെങ്കിലും നാല് അങ്ക് പഠിച്ചുകൊണ്ട് സഹായം കിട്ടുകൊണ്ട് ചൊല്ലത് ഉറപ്പായിട്ടിക്കടെ, ഗ്യാരണ്ടി ആയിട്ടിക്കടെ. അതുകൊണ്ട് ഇണ്ടത്തെ പ്രത്യേകമായിട്ട് ഇണ്ടത്തെ ജാവൽ അങ്കബേനായിട്ട് ഞങ്ങൾ ദ്വാർക്കണം അയ്യാവല ഞങ്ങളെ ലോകത്തുള്ള മുസ്ലിമീങ്ങ ചൊമ്മ ബേജാറുള്ള പ്രത്യേകിച്ചും ഞങ്ങളെ ഇന്ത്യത്തിലുള്ള എനിക്കത്തെ മുസ്ലിമീങ്ങ പല ഭാഗത്തിലും ക്രൂരമായിട്ട് ഞങ്ങളെ മുസ്ലിമീങ്ങളെ ഹിംസയാക്കരുത്, ആക്രമിക്കരുത് ഞങ്ങൾ നോക്കിയോണ്ടുള്ള ഞങ്ങൾ അങ്കബേനായിട്ട് ദ്വാർക്കണം. എത്രയോ പള്ളി പൊളിച്ചുകൊണ്ടുള്ള എത്രയോ പള്ളിയുടെ അടിയിൽ അതുണ്ട് ഇതുണ്ടോ എന്ന് ചൊന്നിട്ടു അത് ആ പള്ളി ബന്ധാക്കി വെച്ചാർ. അവിടെ എനിക്കത്തെ ഇത്ര മുസ്ലിമീങ് അവിടെ പോയിട്ട് ആരാധിക്കടെ എനിക്കെത്തൊരു സാഹചര്യത്തിക സമയത്ത് എത്തിയോണ്ടുണ്ട്. ഈ സമയത്തിൽ നിങ്ങൾ ദ്വാർക്കണം. അതേ സമയത്തിൽ വഖഫ് സംബന്ധമായിട്ടുള്ള അതിന്റെ വിഷയത്തിലുള്ള എനിക്കത്തെ ആ കാര്യങ്ങൾ നടന്നോണ്ടുള്ള ഞങ്ങൾ കേട്ടോണ്ടുള്ള അതെല്ലാം ഞങ്ങൾ ഗുണകാരമായിട്ട് കിട്ടുകോ, മുസ്ലിമീങ്ങൾ വിജയമായിട്ട് കിട്ടുകോ. എല്ലാവരും ഞങ്ങൾ ദ്വാർക്കൽ ഞങ്ങളെ കർത്തവ്യമായിട്ട് ഞങ്ങൾക്ക് മാത്രമല്ല ദ്വാർക്കിടത് ഞങ്ങൾ എല്ലാ സമുദായത്തെ വിഷയത്തിൽ എത്ര ബാലക്കാർ എന്തോ ഒരു കാര്യമില്ലാണ്ട് കാരണമില്ലാണ്ട് അതാ എത്രയോ കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് നാലങ്ങായിട്ട് ജയിലിൽ കഴിഞ്ഞോട്ടുള്ള അങ്ങനെ കുടുംബം വലിയ ദുഃഖത്തിലുണ്ട്, ബേജാറുണ്ട്. അങ്ങനെ സലാമത്തുക വേനായിട്ട് എല്ലാം ഞങ്ങൾ ഈ ഒരു ജാവല് ദ്വാർക്കൽ മുസ്ലിമീങ്ങായിട്ടുള്ള ഞങ്ങളെ ബാധ്യതയായിട്ടിക്കട്, കടമയായിട്ടിക്കട്. ഞങ്ങൾക്ക് വേറെന്തും ആക്കുക സാധ്യമല്ല. ദുആ ആയിട്ടിക്കട. ദുആഉ സിലാഹുൽ മുഅ്മിൻ, മുഅ്മിന്റെ വലിയ ആയുധ അത്യാറിയതെന്ന് കേട്ടെങ്കിൽ ദുആയിട്ടിക്കട. അതിനാണ്ട് വലിയ പവർ ശക്തി അതിനാണ്ട് വലിയത് ലോകത്ത് വേറെ ഏതുമില്ലാണ്ടായിട്ടിക്കടെ. അതുകൊണ്ട് ഇണ്ടത്തെ ജാവുകോ അങ്ക് വേനായിട്ട് ഞങ്ങൾ ദ്വാർക്കണോ. ഞങ്ങൾ ദ്വാ പ്രധാനമായിട്ടിക്കടെ. അവ എല്ലാ വിഷയത്തിലും ഞങ്ങൾ ദ്വാർക്ക പരസ്പരം ഞങ്ങൾ ദ്വാർക്കണായ ഒരു ജാവായിട്ടിക്കടെ. കണ്ടിട തന്നെടുത്ത് ഞങ്ങൾ ദ്വാർക്കുമ്പോ യജമാനനായ റബ്ബ് അതൊക്കെ ഉത്തരം തണ്ടാൻ ചൊല്ലത്. അത് ഗ്യാരണ്ടി ആയിട്ടിക്കടെ, ഉറപ്പായിട്ടിക്കടെ. പഠിച്ചുകൊണ്ട് ഞങ്ങൾ ദ്വാ കബൂലാക്കി തരുമാറാകട്ടെ. പഠിച്ചോന് ഫലസ്തീനിലെ മുസ്ലിമീങ്ങളെ സഹായിക്കുമാറാകട്ടെ. اللهم أصلح أحوال المسلمين في فلسطين. اللهم انصر إخواننا المسلمين في المستضعفين المظلومين في فلسطين. اللهم كن لهم عونا ومعينا ومؤيدا ونصيرا وحافظا ونظيرا. أرحم الراحمين يا رب. فلسطين المسلمين ലോകത്തുള്ള മുസ്ലിമീങ്ങളെ നീ ഇസ്സത്തിലാക്ക് റബ്ബേ. അങ്ങനെ നീ സഹായിക്കണം റബ്ബേ, സലാമത്തിലാക്ക് റബ്ബേ. ശത്രുക്കളെ എല്ലാ ഷറിൽ നിന്നിട്ട് കുതന്ത്രത്തിൽ നിന്നിട്ട് പഠിച്ചോണ്ട് ഞങ്ങളെ നീ എല്ലാരെയും നീ ഇസ്സത്തിലാക്കണം റബ്ബേ. അതാ ശത്രുക്കൾ എല്ലാ നിലക്കും നീ പരാജയപ്പെടുത്തണം അല്ലാഹ്. ബിജാഹി നബീക മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.